ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാർ, അന്ന് താങ്കൾ ആ ലേഖനം തന്നെ ഒന്ന് വായിച്ചു. വായിച്ചത് ഇതാണ് ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ. അദ്ദേഹം പറയാം, ഇത് ലേഖനത്തിന്റെ ഹെഡിങ് എന്താ അറിയോ? അമ്പലക്കളവിന്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന. അമ്പലക്കളവിന്റെ അതിഗംഭീര ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ലേഖനം എഴുതിയത്. 2007 ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹി മാസിക. അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഇത് തേടാമെന്നാണോ? ഇത് തേടാമെന്നാണോ? അപ്പൊ അതാണ് പുകമറ. എപ്പോഴാണ് ഒരു തേട്ടം ശിർക്കാവുക ഇത് പിന്നെ പറയാം. തൊട്ട് മുകളിലും അടക്കം എപ്പോഴാണ് ശിർക്ക് വരിക? ഞാൻ പ്രസക്ത ഭാഗം മൊത്തം വായിച്ചുതരാം. ഇനി വേറെ ഒരു മിനിറ്റ്, വേറൊന്നും കിട്ടിക്കോളുന്നില്ല, കേട്ടോളി. അമ്പലക്കടവ് ഫൈസി ലേഖനം ആരംഭിക്കുക അങ്ങനെയാണ്. അമ്പലക്കടവ് ഫൈസി തന്റെ പുതിയ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയ വിവരക്കേടുകൾ ചന്ദ്രിക ദിനപത്രത്തിലൂടെയും സത്യധാര മാസികയിലൂടെയും വർഷങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടു നോക്കി. പരമമായ അനുഗ്രഹദാതാവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ശക്തിയുടെയോ വ്യക്തിയുടെയോ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന വിനയം മാത്രമാണ് പരമമായ വിനയവും ഇബാദത്തും ആവുകയുള്ളൂ എന്ന തന്റെ പുതിയ വാദത്തിലൂടെ അബൂജഹലിനെ വെള്ളപൂശി തൗഹീദുള്ളവനാക്കി മാറ്റി. അമ്പലക്കടവ് ഫൈസിയെ പറ്റി പറയാം. അയാൾ പറഞ്ഞെന്താ? പരമമായ അനുഗ്രഹദാതാവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തേടിയാലേ പ്രാർത്ഥനയാകൂ എന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞു. അതാണ് ശരിയെങ്കിൽ അബൂജഹൽ പോലും തൗഹീദുള്ളവനായി മാറും. കാരണം എന്താ? ലാത്തയും മുസയും പരമമായ അനുഗ്രഹദാതാവാണ് എന്ന് അബൂജഹലും വിശ്വസിച്ചിട്ടില്ല. എന്നതിന് ശേഷം അദ്ദേഹം എഴുതാം, മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും പ്രധാന ദൈവം എന്ന നിലയിൽ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നു എന്നും സത്യധാര എഴുതി. അതിന് കോട്ടിങ്സ് കൊടുക്കുന്നു. എന്നതിന് ശേഷം അദ്ദേഹം പറയുന്നു, മുജാഹിദുകൾക്ക് ഉമർ മൗലവി പുതിയ തൗഹീദ് പഠിപ്പിച്ചു എന്ന ഒരു നുണയോടുകൂടിയാണ് സത്യധാര ഫൈസി തന്റെ ചോദ്യം ആരംഭിക്കുന്നത്. മനുഷ്യ കഴിവിന്റെ പരിധിക്കുള്ളിലെ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹുവിന്റെ സഹായം ആവശ്യമില്ലെന്ന് ഉമർ മൗലവി പറഞ്ഞതായി ഒരു നുണ മുമ്പും ഫൈസി മർഹൂം ഉമർ മൗലവിയുടെ പേരിൽ ആരോപിച്ചിട്ടുണ്ട്. ഫൈസി താങ്കൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല. അദൃശ്യമായ മാർഗത്തിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്നാണ് ഉമർ മൗലവി പഠിപ്പിച്ചത് എന്ന് ഫൈസി വാദിക്കുന്നു. അദൃശ്യം എന്നതുകൊണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് എന്നല്ല ഉമർ മൗലവി ഉദ്ദേശിച്ചത്. മറിച്ച് അഭൗതികവും കാര്യകാല ബന്ധങ്ങൾക്കതീതവും സൃഷ്ടികളെ കഴിവിൽ പെടാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ല എന്ന് ഫൈസിക്ക് വാദമുണ്ടെങ്കിൽ മൗലവിയുടെ ഉദ്ധരണികളിലൂടെ ഫൈസി തെളിയിക്കട്ടെ. ഇനി ജബ്ബാർ മൗലവി എഴുതിയാണ്, ഫൈസി ഹിമാലയം ഒന്നായി ഇളക്കിപ്പറിച്ച് ഒറ്റച്ചിറകിൽ വഹിച്ചുകൊണ്ട് പറന്നുപോയി ധിക്കാരികളുടെ നാട്ടിൽ ചെന്ന് കമഴ്ത്തിയടിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിയുമെന്നും അത് തന്നെ നമ്മുടെ കാഴ്ചയിൽ പെട്ടുകൊള്ളണമെന്നില്ല എന്നിങ്ങനെ ഒരാൾ വിശ്വസിച്ചാലും അതിൽ അഭൗതികമായോ കാര്യകാല ബന്ധങ്ങൾക്ക് അപ്പുറമാണെന്നോ വരുന്നില്ല. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ ശിർക്കും വരുന്നില്ല. എന്താ പറഞ്ഞത്? ഹിമാലയം ഒന്നാകെ ഇളക്കിപ്പറിച്ച് തന്റെ ചിറകിൽ വഹിച്ച് അതുമായി ചെന്ന് അവിശ്വാസികളായ ധിക്കാരികളായ ആളുകൾക്ക് മീതെ അതുകൊണ്ടുപോയി മറിച്ചിടാൻ ജിബ്രീലിന് കഴിയും എന്നൊരാൾ വിശ്വസിച്ചാൽ ജിബ്രീലിന് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിക്കലല്ല. അതുകൊണ്ട് ജിബ്രീൽ അങ്ങനെ കഴിയുമെന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കുമല്ല എന്നൊരു പറയാം. അതേസമയം തന്റെ മുമ്പിൽ ഈ കാണുന്ന രൂപം ജിബ്രീൽ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ജിബ്രീലെ എന്നെ ഈമാനോടുകൂടി മരിപ്പിക്കണേ എന്ന് തേടിയാൽ അത് ശിർക്കാണ്. മുന്നിൽ ആളെ കണ്ടു, ആ കണ്ട രൂപം ജിബ്രീലായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ജിബ്രീലെ ഈമാനോടെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണ്. ഇനിയാണ് അടുത്ത് പറഞ്ഞത്, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആദ്യം പറഞ്ഞത് രൂപം കണ്ടു, ആ രൂപത്തിന് ഉടമ ജിബ്രീലായിരിക്കുമെന്ന് വിചാരിച്ചു. ജിബ്രീലെ ഈമാനോടെ മരിപ്പിക്കണേ എന്ന് പറഞ്ഞു, എങ്കിൽ ശിർക്കായി. എന്തുകൊണ്ട്? ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ ഇസ്തിആനത്താണത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നെ മാത്രം ആരാധിക്കുന്നു,
നിന്നോട് മാത്രം സഹായമർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ സഹായാർത്ഥനയുടെ ഭാഗമാണ് ഈമാനോട് കൂടി മരിപ്പിക്കാനുള്ള സഹായാർത്ഥന. അതാണ് പ്രാർത്ഥന. അത് തേട്ടമാണ്, പ്രാർത്ഥനയാണ്, ദുആ ആണ്. അത് മുന്നിൽ കണ്ട മലക്കാണെന്ന് വിശ്വസിച്ച ഒരു രൂപത്തോട് തേടിയാലും ശിർക്ക് തന്നെ. എന്നിട്ടാണ് പറഞ്ഞത്, രാത്രിയുടെ ഇരുളിൽ തപ്പിത്തറിഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. നേരത്തെ പറഞ്ഞ ആളെ കണ്ടു, രൂപം കണ്ടു, ആ രൂപം ജിബ്രീലായിരിക്കുമെന്ന് വിശ്വസിച്ചു, എന്നിട്ട് തേടി, അപ്പൊ ശിർക്ക്. ഇനി അതേ വിഷയത്തിൽ തന്നെ മറ്റൊരു തേട്ടം. അതെന്താ? ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പുള്ള ഈ ശബ്ദത്തിന് ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അപ്പൊ രണ്ട് സഹായാർത്ഥനകളെ, ശിർക്കാകുന്ന സഹായാർത്ഥന ഏത്, ശിർക്കാവാത്ത സഹായാർത്ഥന ഏത്, രണ്ടും വേർതിരിയുന്ന മാനദണ്ഡം എന്ത് എന്ന് ഖുറാഫികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിൽ നിന്നാണ് ഈ കഷ്ടം മുറിച്ചിട്ട് ഇപ്പൊ ചില മനുഷ്യന്മാര് ജിന്നിനോട് തേടാമെന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന് ഇപ്പൊ താങ്കളും സ്ഥാപിക്കാൻ ശ്രമിച്ചത്. അതാണ് പുകമറ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഇരിക്കി നിനക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആ അബ്ദുൽ ജബ്ബാർ മൗലവിയെ സ്റ്റേജിലിരുത്തിയിട്ടാണ് ഈ ഇസ്ലാഹി മാസികയുടെ ഒറിജിനൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് അനസ് മൗലവി പറഞ്ഞത്, ഇതാ ജബ്ബാർ മൗലവി സാക്ഷിയാക്കി പ്രഖ്യാപിക്കുന്നു, ഇതിൽ ഒരു തെറ്റുമില്ല. അപ്പൊ ഒരു തകരാറുമില്ല, ഒരു തെറ്റുമില്ല, എന്താണ് ഇതിൽ തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് അനസ് മുസ്ലിയാർ ന്യായീകരിച്ച സ്റ്റേജിൽ ഞാനും അന്ന് കൂടെയുണ്ടായിരുന്നു. അന്ന് അബ്ദുൽ മജീദ് സലാഹി കൂടെയുണ്ടായിരുന്നു. അതേപോലെ ഷുക്കൂർ സലാഹിയും ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. ശംസുദ്ദീൻ ബാലത്തുണ്ടെന്ന് എന്റെ ഓർമ്മ ക്ലിപ്പ് കാണുമ്പോൾ നമുക്കറിയാം. അങ്ങനെയാണ് 2011 ഇസ്തിഖാമ എന്ന പരിപാടിയിൽ ആലപ്പുഴയിൽ വെച്ച് ഇതേ ഇസ്ലാഹെ പൊക്കിയിട്ട് പറഞ്ഞത്. മാത്രമല്ല 2007 മുതൽ മടൂർ വിഭാഗം സുഹൃത്തുക്കൾ ഇതേ ഇസ്ലാഹെ പൊക്കി പിടിച്ചുകൊണ്ട് ഇത് ശിർക്കാണ് എന്ന് പറഞ്ഞപ്പോ 2007 മുതൽ 2012 വരെ 2007 മുതൽ 2012 വരെ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, ഇല്ല, ഇതിന് ശിർക്കില്ല. TP എന്നത് കായമതിന് ഒഴികെ. കാരണം അദ്ദേഹം സത്യധാരി പറഞ്ഞ എന്താ അറിയോ, എന്നോട് ആ ചോദ്യം ചോദിക്കേണ്ടതാണ്. സത്യധാരിയില് TPയോട് ചോദ്യം, എന്താ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇത്രയും കാലം എന്തിനാ അത് ഇങ്ങനെ ഉള്ളിൽ വെച്ച് മുറിപ്പിച്ചത്? ചോദ്യം എന്താ അറിയോ, അങ്ങനെയെങ്കിൽ 2007 ഇങ്ങനെ ജിന്നിനോട് സഹായാർത്ഥന നടത്തുന്നത് ശിർക്കല്ലെന്ന വാദം പ്രസ്ഥാനത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നത്. ഈ വാദം ശിർക്കാണെന്ന് അന്നു തന്നെ മടവൂർ വിഭാഗം ആരോപിച്ചിരുന്നു. അപ്പോഴൊക്കെ അത് ശിർക്കല്ലെന്നും അള്ളാഹു നൽകിയ കഴിവിൽ നിന്നും ചോദിക്കുന്നത് കേവല സഹായാർത്ഥന മാത്രമാണെന്നും പറഞ്ഞ് ഔദ്യോഗിക KNM അതിനെ ന്യായീകരിക്കുകയും ലേഖനങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ആ നിലയ്ക്ക് വിശദീകരിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ 5 വർഷത്തോളം ന്യായീകരിച്ച് നടന്ന വിഷയം പിന്നീട് ശിർക്കാണെന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമില്ലേ? ശിർക്ക് തിരിച്ചറിയാൻ എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും വൈകിയത്? ഇതാണ് അവരുടെ ചോദ്യം. അത് TPന്റെ മറുപടി എന്തറിയോ, ഈ ചോദ്യം ഏതായാലും എനിക്ക് ബാധകമല്ല, കാരണം ഞാനൊക്കെ അന്നു തന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞതാണ്. കണ്ടോ, 2007 മടൂർ വിഭാഗം ഇത് ശിർക്കാന്ന് പറഞ്ഞപ്പോ KNM ഔദ്യോഗികമായി ശിർക്കെല്ലാം സ്ഥാപിക്കാൻ വേദിയും പേജും ഉപയോഗിച്ചല്ലോ. ഇത് ചോദിക്കുമ്പോ അന്നത്തെ KNM പ്രസിഡന്റ് പറയാ, എനിക്ക് അന്നേ അഭിപ്രായമുണ്ട് ശിർക്കാണ് എന്നുള്ളത്. അപ്പൊ അവിടെ തന്നെയാണ് സഹോദരങ്ങളെ പുകമറുള്ളത്. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് തേടാമെന്നോ തേടാൻ അനുവദനീയമാണ് എന്നോ തേടിയാൽ കുഴപ്പമില്ല എന്നോ തേടണമെന്നോ ഇന്നേ വരെ ഒരു മുജാഹിദും പറഞ്ഞിട്ടില്ല, പറയുന്ന പ്രശ്നവുമില്ല. ഇനി ഒരു പടി കൂടി കടന്നുകൊണ്ട് ഇതേ അഭിമുഖത്തിൽ TP പറഞ്ഞ എന്തറിയോ, TP എന്നുള്ള കോയമതിന് ഇതേ അഭിമുഖത്തിൽ പറഞ്ഞു, എന്നാൽ നമ്മളാരും ഇന്നുവരെ കേൾക്കാത്ത രീതിയിൽ പുതിയ വാദങ്ങൾ ഉന്നയിക്കുകയും ജിന്നുകോട് പ്രാർത്ഥിക്കാമെന്നും അത് ശിർക്കാവുകയില്ലെന്നും അത് ഹറാമോ വസിയത്തു ശിർക്കോ മാത്രമാണെന്നുമൊക്കെ പറഞ്ഞ് വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനകത്തുള്ള ചിലർ രംഗത്ത് വരികയാണ് ചെയ്തത്. എന്താ പറഞ്ഞത്? ജിന്നുകോട് പ്രാർത്ഥിക്കാമെന്നും അത് ശിർക്കാവുകയില്ലെന്നും ഹറാമോ വസിയത്തു ശിർക്കോ മാത്രമേ ആവുകയുള്ളൂവെന്നും. സുബ്ഹാനല്ലാഹ്. കണ്ടോ സഹോദര? അപ്പൊ ഇതാണ് ഇതാണ് പുകമറ എന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രയോഗം. വളരെ കറക്റ്റാണ് ആ പദപ്രയോഗം. ഇല്ലാത്ത ഒന്ന് ഉണ്ടാക്കി തീർക്കാനുള്ള ശക്തമായ ശ്രമം, ഇതിന് പിന്നിൽ മറ്റു ചില താല്പര്യം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് മുജാഹിദുകൾക്ക് മനസ്സിലായി. അപ്പൊ പ്രാർത്ഥിക്കാമെന്നും
അങ്ങനെ പ്രാർത്ഥിച്ചാൽ ശിർക്കാവില്ല, ഹറാമോ വസ്യത്ത് ശിർക്കോ മാത്രമേ ആകൂ എന്ന് പറഞ്ഞു എന്നാണ് ടി പി അബ്ദുൽ ഖാദിർ മദനി സമസ്തക്കാരുടെ മാസേക്ക് കൊണ്ടുപോയിട്ട് അഭിമുഖം കൊടുത്തപ്പോൾ പറഞ്ഞത്. അതാണ് ടി പി പ്രസംഗിക്കുകയും ചെയ്തത്. ടി പിന്റെ പ്രസംഗമുണ്ട്. ടി പി നേക്കിനെ പ്രസംഗിക്കുകയും ചെയ്തു. സഹായം തേടാം എന്ന് വാദിച്ചു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സഹായം തേടാം, അത് അനുവദനീയമാണ് എന്ന് തന്നെ വാദിച്ചു എന്ന് ടി പി പ്രസംഗിക്കുകയും ചെയ്തു. അതിന് ക്ലിപ്പ് വേണമെങ്കിൽ ഉണ്ട് അല്ലെ? അട്ടുടുക്കി ടി പി മനസ്സിലായോ? അതാണ് അത്യാവശ്യം. മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തിമാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. കണ്ടോ, ജബ്ബാറിനെ സാക്ഷിയാക്കി പ്രഖ്യാപിച്ചു. പ്രാർത്ഥിക്കാമെന്നോ സഹായം തേടാമെന്നോ ജബ്ബാർ മൗലവി എഴുതിയിട്ടില്ല, മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല, എഴുതുകയുമില്ല. പിന്നെയും അത് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിക്കുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനത്തെ